HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനാമിക, നേഹ ഫാത്തിമ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഇന്ത്യയുടെ UPI വിയറ്റ്നാമിലും. കുറ്റപ്പെടുത്തലുകൾ ഞാൻ ഏറ്റെടുക്കാം. LDF യോഗത്തിൽ പിണറായി. 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടു. കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ തിരുകരുതേ. അഭിപ്രായമുറച്ച് 63 MLA-മാരും ഘടകകക്ഷി നേതാക്കളും. ഹൈക്കമാൻഡ് ഒക്കെ വെറും ലോ കമാൻഡ്. ലക്ഷദ്വീപിലേക്ക് സീ പ്ലെയിൻ. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഇന്ത്യയുടെ UPI വിയറ്റ്നാമിലും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് സേവനങ്ങൾ വിയറ്റ്നാമിലേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാമീസ് പ്രസിഡന്റ് ടോ ലാമും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ. UPIയെ വിയറ്റ്നാമിന്റെ ഫാസ്റ്റ് പേയ്മെന്റുമായി ബന്ധിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടു. പ്രാബല്യത്തിൽ വരുന്നതോടെ വിയറ്റ്നാമിലെത്തുന്ന ഇന്ത്യക്കാർക്ക് പണമിടപാടിന് ഇന്ത്യൻ ആപ്പുകൾ ഉപയോഗിക്കാം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം 2030 $2,500 കോടി ആയി ഉയർത്തും. 13 കരാറിലും ഒപ്പിട്ടു. അധികാരമേറ്റ് 1 മാസത്തിനു ശേഷം വിയറ്റ്നാം പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത് സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കുറ്റപ്പെടുത്തലുകൾ ഞാൻ ഏറ്റെടുക്കാം. LDF യോഗത്തിൽ പിണറായി. പാർട്ടിക്കുള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയാതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഏറ്റുപറച്ചിൽ. എക്കാലവും എല്ലാവരും പാർട്ടിക്ക് വഴങ്ങി നിൽക്കുമെന്ന് കരുതരുതെന്ന മറുപടിയും ഉണ്ടായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലിക്കെതിരെ പരാമർശ വിമർശനവും ഉയർന്നു. 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടു. തിരുവനന്തപുരം കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടു. വിജ്ഞാപനം ബുധനാഴ്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറത്തിറക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുള്ള ഗെറ്റ് വിജ്ഞാപനം ചൊവ്വാഴ്ച പുറത്തിറക്കിയിരുന്നു. കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ തിരുകരുതേ. കുഞ്ഞ് കരയാതിരിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും കയ്യിൽ വെച്ചു കൊടുക്കുന്നത് മൊബൈൽ ഫോൺ. അവർ വളർന്ന് സ്കൂളിൽ പോകുമ്പോൾ ഒളിപ്പിച്ചു കൊണ്ടുപോയി ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കും. വീട്ടിൽ പഠിക്കേണ്ട സമയത്ത് ബുക്കിനടിയിൽ മറച്ചുവെച്ച് റീൽ കാണും. പിടിച്ചു വാങ്ങിയാൽ കലാപമായി. രക്ഷിതാക്കൾ തന്നെ മക്കളെ മൊബൈലിന് അടിമകളാക്കുകയാണ്. എന്നിട്ട് കൈവിട്ടു പോയെന്ന് കരയുന്നു. മൊബൈലിനടിമയായ 16-കാരിയെ നിരീക്ഷിക്കാൻ ബൗൺസർമാരെ വെക്കേണ്ടി വന്നു ഗുജറാത്തിലെ പിതാവിന്. കുട്ടികളിലെ സ്ക്രീൻ ഉപയോഗം നിയന്ത്രണത്തിന് നിയമം നടപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത് കേരളത്തിലും ഇത്തരം കേസുകൾ പെരുകുന്നത് സാഹചര്യത്തിലാണ്. CBSEയുടെ സർവേ റിപ്പോർട്ട് പ്രകാരം 12 വയസ്സിൽ താഴെയുള്ള 74% കുട്ടികളും ദിവസം കുറഞ്ഞത് 4 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നു. 14-നും 16-നും പ്രായക്കാരിൽ ഇത് 82%. ഓൺലൈൻ ഗെയിം, റീൽസ് തുടങ്ങിയവ കുട്ടികളെ വീഴ്ത്താൻ ഡിജിറ്റൽ ലഹരി മൊബൈലിൽ നിറയെയുണ്ട്. വീട്ടുകാരറിയാതെ ഓൺലൈൻ വായ്പയെടുത്ത് നിൽക്കക്കൊള്ളിയില്ലാതെ ജീവനൊടുക്കുന്ന സംഭവങ്ങളും പതിവായി. അമിത മൊബൈൽ ഉപയോഗം കുട്ടികളുടെ തലച്ചോറിനെ തകർക്കുന്നതായി 2025-26 നാഷണൽ ഇക്കണോമിക് സർവേയിലുണ്ട്. അഭിപ്രായമുറച്ച് 63 MLA-മാരും ഘടകകക്ഷി നേതാക്കളും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് MLA-മാർക്കിടയിൽ AICC നടത്തിയ കണക്കെടുപ്പിൽ KC വേണുഗോപാൽ മുന്നിലെത്തിയെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ PD സതീശന് പിന്തുണയുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ. സീനിയോറിറ്റി കണക്കിലെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തലയും പിടിമുറുക്കത്തോടെ. മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള വടമൊഴി ശക്തമായി. ഹൈക്കമാൻഡ് ഒക്കെ വെറും ലോ കമാൻഡ്. കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചയിൽ പരിഹാസവുമായി K സുരേന്ദ്രൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പരിഹാസവുമായി BJP നേതാവ് K സുരേന്ദ്രൻ. ഹൈക്കമാൻഡ് ഒക്കെ വെറും ലോ കമാൻഡ് എന്ന് പരിഹാസം. മുഖ്യമന്ത്രിയെ ലീഗ് തീരുമാനിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രിയെ ബഹുമാന്യന പണക്കാട് തങ്ങൾ അദ്ദേഹം തീരുമാനിക്കും. ഇനിയങ്ങോട്ട് 5 വർഷം ഇത് തന്നെ ഗതി. കാത്തിരിക്കുന്ന കാണണമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപിലേക്ക് സീ പ്ലെയിൻ. വിനോദയാത്രക്കാർക്കുള്ള വ്യവസ്ഥകൾ ലഘൂകരിച്ചതിനു പിന്നാലെ
ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസ് തുടങ്ങുന്നു. സ്പേസ് ജെറ്റിന്റെ 20 പേർക്ക് സഞ്ചരിക്കാവുന്ന ആദ്യ സീപ്ലെയിൻ 3 ദിവസം മുമ്പ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ സർവീസ് ആരംഭിക്കും. കനേഡിയൻ വൈക്കിംഗ് DHC-6-400 ട്വിൻ ഓട്ടർ വിമാനമാണിത്. സിയാലും സ്പേസ് ജെറ്റിന്റെ ഭാഗമായ സ്പേസ് ഷട്ടിലും ചേർന്നാണ് സംരംഭം. കൊച്ചി, കായൽ, വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിലേക്കും സർവീസ് ഉണ്ടായേക്കും. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമതാ ബാനർജി വിസമ്മതിച്ചതിനെ തുടർന്ന് ഗവർണർ RN രവി ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. നിയമസഭയുടെ കാലാവധി വ്യാഴാഴ്ച പൂർത്തിയായി. തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലെന്നും BJPയുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കള്ളക്കളിയാണ് നടന്നതെന്നും മമത ആരോപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കേരളം തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ 4 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റമഴയിൽ റോഡുകളിൽ ചെളിപ്രളയം ഉണ്ടാവുകയും ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുകയും ചെയ്തു. അടുത്ത വർഷം എൽ നിനോ എത്തുമെന്നും കാലവർഷം കുറയുമെന്നും മുന്നറിയിപ്പുണ്ട്. ഗുരുദേവന്റെ വിശ്വമാനവികത ലോകമാകെ വ്യാപിക്കണം. ഗുരുധർമ്മ പ്രചാരണ സഭ. സമാധാനം രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ഗുരുദേവന്റെ വിശ്വമാനവികത ലോകമാകമാനം വ്യാപിക്കണമെന്ന് ശിവഗിരി മഠവും ഗുരുധർമ്മ പ്രചാരണ സഭയും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇറാൻ-US യുദ്ധവും സമാധാനത്തിന് ഭീഷണിയാണ്. ജാതി സെൻസസ്, പിന്നാക്ക വനിതാ സംഭരണം എന്നിവ ഉറപ്പാക്കി ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം സമസ്ത മേഖലകളിലും നടപ്പാക്കണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ UPI വിയറ്റ്നാമിലും. കുറ്റപ്പെടുത്തലുകൾ ഞാൻ ഏറ്റെടുക്കാം. LDF യോഗത്തിൽ പിണറായി. 15ാം കേരള നിയമസഭ പിരിച്ചുവിട്ടു. കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ തിരുകരുതേ. അഭിപ്രായമുറച്ച് 63 MLA-മാരും ഘടകകക്ഷി നേതാക്കളും. ഹൈക്കമാൻഡ് ഒക്കെ വെറും ലോ കമാൻഡ്. ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ. ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി മിത്ര 8C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. US വിദേശകാര്യ വക്താവ് ആരാണ്? ഉത്തരം ടോമി പിഗോട്ട്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ബംഗാൾ ഗവർണർ ആരാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കഥയോലയിൽ പത്മശ്രീ ജേതാവും ശിവഗിരി ഗുരുകുല അധ്യക്ഷനുമായിരുന്ന ഗുരു മുനി നാരായണ പ്രസാദിൻ്റെ കുട്ടികളുടെ നാരായണ ഗുരു എന്ന പുസ്തകത്തിലെ അമ്മയുടെ ആനന്ദ കണ്ണീർ എന്ന ഭാഗം കേൾക്കാം. അവതരണം മിത്ര R. വളരെ പണ്ട് 1854 അന്നത്തെ ഓണക്കാലം. പൊന്നൻ ചിങ്ങത്തിലെ പൊന്നോണം. ആർക്കാണ് സന്തോഷമില്ലാത്തത്? എല്ലാവരും സന്തോഷിക്കുന്ന അവസരം. ഓണക്കാലം അന്നും ഇന്നും രസകരം തന്നെ. അന്ന് കുട്ടികളെല്ലാം കളിച്ചു തുമർത്തുകൊണ്ടിരിക്കുന്ന സമയം. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ഒരു അത്ഭുത സംഭവം നടന്നു. ഇന്നത്തെ ചെമ്പഴന്തിയല്ല അന്നത്തെ ചെമ്പഴന്തി. ഇന്ന് അത് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഒരു അറ്റം പോലെയായി. അന്നത് ഒരു തനി ഗ്രാമമായിരുന്നു. അവിടെ ഒരു കുട്ടി പിറന്നതിലല്ല അത്ഭുതം. പിറന്നാലുടൻ കുട്ടികളെല്ലാം കരയുക പതിവാണ്. എന്നാൽ ഈ കുട്ടി കരയുന്നില്ല. ചാപ്പിള്ളയാണ് പിറന്നതെന്ന് പോലും ചിലർ കരുതി. പക്ഷേ അത് ചാപ്പിള്ളയായിരുന്നില്ല. മറിച്ച് ലോകത്തിന് മുഴുവൻ പുതിയ ജീവൻ നൽകാൻ കെൽപ്പുള്ളവനായി വളർന്നു വരാനുള്ള കുട്ടിയായിരുന്നു. പിന്നീടൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി, ലോകരുടെ കണ്ണീരൊപ്പേണ്ടവനായതുകൊണ്ടാണ് പിറന്നു വീണപ്പോൾ കരയാതിരുന്നത് എന്ന്. തിരുവോണം കഴിഞ്ഞുള്ള ചാവത്തയ ദിവസമായിരുന്നു അത്. വെളുപ്പിന് 3:30 അച്ഛൻ മാളനാശാൻ, നാട്ടിലെ ഒരു പ്രമാണി പണ്ഡിതൻ, അമ്മ കുട്ടിയമ്മ.
വെളുപ്പാൻ കാലത്ത് വയൽവാരം വീട്ടിൽ കുരവ കേട്ടപ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഒരു വീട്ടിൽ ആൺകുട്ടി പിറന്നാൽ 3 പ്രാവശ്യം കുരവിടണം എന്നായിരുന്നു അന്ന് നാട്ടുനടപ്പ്. സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് സാധാരണ കുരവയിടാറ്. കുട്ടിക്ക് നാരായണൻ എന്ന് പേരിട്ടു. നാണു എന്ന് വിളിക്കും. കുട്ടി വളർന്നു. ചെമ്പഴന്തിയിൽ ഇന്ന് കാണുന്ന റോഡിൻ്റെ സ്ഥാനത്ത് അന്നുണ്ടായിരുന്നത് ഒരു നാട്ടുവഴിയാണ്. അതുവഴി ഒരു ദിവസം ഒരു സന്യാസി വന്നു. കണ്ടാൽ ഒരു ഭ്രാന്തൻ. നാട്ടിലെ കുട്ടികളെല്ലാം ഭ്രാന്തൻ്റെ പിന്നാലെ കൂടി. ചിലർ ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിച്ചു, ചിലർ കൂവി വിളിച്ചു, ചിലർ കല്ലു പറക്കി എറിഞ്ഞു. ഇതൊക്കെയായിട്ടും സന്യാസി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടന്നു. കുട്ടികളുടെ കൂട്ടത്തിൽ നാണുവും ഉണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകാർ കാട്ടിക്കൊണ്ടിരുന്ന വികൃതികളൊന്നും നാണു ചെയ്തില്ല. പകരം വലിയ സങ്കടത്തോടെ കണ്ണീർ പൊഴിച്ചു. സന്യാസി ഇത് കണ്ടു. കുട്ടി എന്തിനാ കരയുന്നത്? സന്യാസി ചോദിച്ചു. ഇവരൊക്കെ ചെയ്യുന്നത് തടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കരഞ്ഞു പോയത്, നാണു ഉത്തരം പറഞ്ഞു. സന്യാസി നാണുവിനെ വാരി കോരിയെടുത്ത് തോളിലേറ്റി. എന്നിട്ട് ചോദിച്ചു, കുട്ടിയുടെ വീടെവിടാ? ദാ അതുതന്നെ, വയൽവാരം. അദ്ദേഹം നാണുവിനെയും എടുത്ത് വയൽവാരത്തെത്തി. സന്യാസി നാണുവിനെയും ചുമലിലേറ്റി വരുന്നത് കണ്ട് കുട്ടിയമ്മ അമ്പരന്നു പോയി. അവർ ഓടി മുറ്റത്തേക്കിറങ്ങി. നാണുവിനെ അവരുടെ മുമ്പിൽ ഇറക്കി നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവൻ നല്ല കുട്ടിയാണ്, മഹാനായി വരും, സൂക്ഷിച്ചു വളർത്തണം. കുട്ടിയമ്മ ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. ആ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ പൊഴിയുന്നുണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ. സാ സദ സനിധ പനിധ മഗ മഗരിസ